മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഞങ്ങളുടെ സൗദിയിലുള്ള വീടാണ് കാണിക്കുന്നത്. ഇതൊരു കോമ്പൗണ്ടാണ്. ഇതിനുള്ളിൽ 10 വില്ലകളോളം ഉണ്ട്. കൂടാതെ കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലിവിങ് റൂം. നമ്മൾ വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ സൈഡിലൊരു ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാവുന്ന രീതിയിലാണത്. ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് റൂമും ഉള്ളത്. ഡൈനിങ് റൂമിൽ നിന്ന് നമുക്ക് നേരെ ബാക്ക് യാർഡിലേക്ക് പോകാവുന്നതാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഡൈനിങ് റൂമും ലിവിങ് റൂമുമായിട്ട്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ വാർഡ്രോബ് കൊടുത്തേക്കുന്നത്. വാർഡ്രോബിൽ ജസ്റ്റ് നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിളാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബിലും നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനേ പറ്റുള്ളൂ. നമുക്കിതിൻ്റെ മുകളിലും ഒരു സ്റ്റോറേജ് ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ പെട്ടിയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എടുത്ത് വച്ചേക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഇപ്പോൾ ഈ ഒരു ചെറിയ ബാത്റൂമാണ്. ഈ ബാത്റൂമിനുള്ളിലും ടബൊക്കെ ഉണ്ട്. പക്ഷെ മറ്റേ ബാത്റൂമിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറുതാണ്. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ സൈഡിൽ നമ്മുടെ വെജീസൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഉരുളക്കിഴങ്ങ്, സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റോളിൽ നമ്മൾ കുട്ടികൾക്കുള്ള സ്നാക്സ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാട്ടർ ഡിസ്പെൻസറാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ അടുക്കളയാണ്. നമ്മൾ ഇവിടെ എല്ലാം നമ്മുടെ കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ കെറ്റിൽ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്ലാസ്കും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കാരണം നമുക്ക് ചൂടുവെള്ളം മസ്റ്റാണ്.
അപ്പോൾ അതാണ് അടുത്ത് തന്നെ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ ഷുഗറും കോഫി പൗഡറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ മിക്സിയാണ്. അത് ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കുകയാണ്. ഭയങ്കര പഴയ മിക്സിയാണ്, മൊത്തം അഴുക്ക് പിടിച്ചേക്കുന്നത്. പുതിയ മിക്സി വാങ്ങിച്ചിട്ടുണ്ടാകുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. എന്നാലും ഇത് വെച്ച് ഞാൻ ചില സമയത്ത് അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ സൈഡിലും കുറച്ച് സ്പൈസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഞങ്ങളുടെ കുക്ക് ചെയ്യുന്ന സ്റ്റൗവ്. ഇത് ഇലക്ട്രിക്കലാണ്. ഇവിടെ ഗ്യാസൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ഓവനുമുണ്ട്. ഇവിടെ ഒരു ഫോണൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു യൂസൊന്നുമില്ല. ജസ്റ്റ് അവിടെ വെറുതെ വെച്ചേക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ലോണ്ട്രി റൂം. ഈ ലോണ്ട്രി റൂമിലാണ് നമ്മളിവിടെ ഒരു വാട്ടർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ ഹീറ്ററിൽ നിന്നാണ് നമ്മുടെ എല്ലാ ബാത്റൂമിലേക്കുള്ള ചൂടുവെള്ളം പോകുന്നത്. ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഉണ്ട്, ഒരു ഡ്രയറും ഉണ്ട്. തണുപ്പ് കാലത്താണ് നമുക്ക് ഡ്രയറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് നല്ല ഉപകാരപ്പെടും. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഷെൽഫ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടുവെക്കാനും അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഷെൽഫ്സ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. അപ്പം ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ബാക്ക് യാർഡ് ഉള്ളത്. ഇത് കുറേ നേരത്തെ നമ്മളെടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഞാനത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ കുറേ കൃഷിയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ, വിൻ്റർ ആവണേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അന്നിവിടെ പാവലും അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ നിറയെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല, ഇപ്പോൾ എല്ലാം കാലിയായിട്ട് കിടക്കുവാണ്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നട്ടു വെക്കാനായിട്ട്.
ഇവിടെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ട് ഒരു അയയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പൂളിലേക്കാണ്. നമുക്ക് തൊട്ട് തന്നെയാണ് പൂള്. നമ്മുടെ ഒരു വീട് കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ട് വരും. ഈ പൂളിന് ചുറ്റുമാണ് എല്ലാ വീടുകളും ഉള്ളത്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഈ കോമ്പൗണ്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിമ്മിംഗ് പൂളാണിത്. ഇപ്പം വെള്ളത്തിന് നല്ല തണുപ്പായത് കാരണം ആരും യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഒരു പാർട്ടി ഹോളും ഉണ്ട്. പിന്നെ വിൻ്റർ സമയത്തൊക്കെ ആളുകൾ ബാർബിക്യൂ ചെയ്യാനും ഈ പൂളിൻ്റെ ചുറ്റുപാടുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ സൗദിയിലെ വീടും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.